ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയും കിരണും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അതേ കടയിലേക്ക് വരികയാണ് പ്രകാശനും കാർത്തികയും. കാർത്തിക കണ്ട ഉടനെ തന്നെ പ്രകാശന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണിയെയും കിരണിനെയും. അങ്ങനെ അവര് നേർക്കുനേർ വന്ന് നിന്നിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രകാശനെ കൊണ്ട് നടക്കുന്നതിന് നിനക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ കല്യാണി പറയുമ്പോൾ, നീ നിന്റെ അച്ഛനെ തള്ളിക്കളഞ്ഞെങ്കിൽ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞ് കാർത്തിക അങ്ങനെ പറയുമ്പോൾ പ്രകാശൻ അത് വല്ലാതെ അങ്ങ് സുഖിക്കുകയാണ്. എന്തായാലും പ്രകാശന് കാർത്തിക അവിടെ നിന്ന് മാറിയതിന് ശേഷം കല്യാണിയെ കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട് കിരണോടായിട്ട്. നീ എന്തായാലും ഇവളെ കൊണ്ട് അനുഭവിക്കും, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവരതൊന്നും കാര്യമാക്കാതെ ഡ്രസ്സൊക്കെ എടുത്ത് കല്യാണിയാണെങ്കിൽ ഡൽഹിക്ക് പോയി വന്നതിന് ശേഷം വീട്ടിലേക്ക് കാർത്തിക എത്തുന്നുണ്ട്. അങ്ങനെ കാർത്തിക ആ ഒരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കാർത്തിക വരുമ്പോൾ കല്യാണിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാർത്തിക പറയാണ്, നിങ്ങൾക്കൊക്കെ എന്നോട് വളരെ ദേഷ്യമാണെന്ന് എനിക്കറിയാം. പ്രകാശനെയും അമ്മയെയൊക്കെ കൂടെ കൂട്ടിയതിലെ അതിനൊക്കെ തക്കതായ കാരണമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിന്റെ സ്വന്തം സഹോദരിയാണ് ഞാൻ. അയാളെ കൊണ്ട് ചതിക്കപ്പെട്ട ഒരു അമ്മയുടെ മകളാണ് ഞാൻ. അയാളുടെ മകൾ തന്നെയാണ് ഞാൻ എന്നുള്ള സത്യം കല്യാണിയെ അറിയിക്കുകയാണ് കാർത്തിക. അത് കേട്ട് കല്യാണിയും അതുപോലെ ദീപയൊക്കെ ഞെട്ടുകയാണ്. എൻ്റെ അമ്മ ഇവിടെ തന്നെയുണ്ട്, എൻ്റെ അമ്മയെ അയാൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതെന്തായാലും അയാൾക്കുള്ള തിരിച്ചടിയാണ്. അയാൾ ഇനി ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല. ആ ക്ലൈമാക്സിൽ മാത്രമായിരിക്കും എൻ്റെ അമ്മയെ കാണാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് കല്യാണി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്